ഹലോ, ട്രഡീഷണൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഉണ്ണിയപ്പത്തിന് വേണ്ടി ഒരു കപ്പ് പച്ചരി കഴുകിയെടുത്തിട്ടുണ്ട്. പച്ചരി എടുത്ത കപ്പിൻ്റെ അതേ അളവിന് ഒരു 1/4 കപ്പ് അവലും കൂടി ഞാൻ എടുത്ത് കഴുകുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് കുതിർക്കാൻ വെക്കണം. ഇതിലേക്ക് ആവശ്യമായി ഒരു 4 അച്ച് ശർക്കര എടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്ത് ഒന്ന് മാറ്റി വെക്കണം. അരിയും അവലും ഞാനിപ്പോൾ 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം വാർന്നു പോവാൻ ഞാൻ ഒരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒന്നിച്ച് അരച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ അരക്കുന്നത്. പകുതി വീതം 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരിയും ശർക്കരപ്പാനിയും അരച്ചെടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ അരക്കുന്നതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഏലക്ക വേണ്ടവർക്ക് 1-2 ഏലക്ക കൂടി ഇത് അരക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരിയും ശർക്കരയും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയും അവലുമെല്ലാം ഇവിടെ അരച്ച് റെഡിയായിട്ടുണ്ട്. ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കരുത്, കുറച്ചൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്തെടുത്ത് ഈ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ നെയ്യും തേങ്ങാക്കൊത്തുമൊക്കെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളും തേങ്ങയുമെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ഈ മാവ് നന്നായി ലൂസാവാനോ നന്നായി മുറുകാനോ പാടില്ല. ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലായിരിക്കണം. ഇനി ഇത് ഒരു 5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കണമെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സോഡാപ്പൊടി ചേർത്താൽ മതിയാകും. ഒരു നുള്ള് ചേർത്താൽ മതി. ചൂടാക്കിയ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോ കുഴിയിലേക്കും തവി കൊണ്ട് മാവ് ഒഴിച്ചു കൊടുക്കണം. ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഒഴിച്ച കുഴിയിലെ അപ്പം മറിച്ചിടാൻ പാകമായിട്ടുണ്ടാകും. ഇനി ഓരോന്നായി ക്രമത്തിൽ മറിച്ചിടാം. അപ്പം ചുട്ടെടുക്കുമ്പോൾ തീ നന്നായി കൂട്ടാനോ തീരെ കുറക്കാനോ പാടില്ല. ഒരു മീഡിയം
ഫ്ലെയിമിൽ വേണം കത്തിക്കാൻ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായി നമുക്ക് ഇതിൽ നിന്നും മാറ്റണം. ഞാൻ ഈ മാവിലേക്ക് മൈദയോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വീണ്ടും ചട്ടിയിലെ ഓരോ കുഴികളിലേക്കും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴി നിറഞ്ഞു പോവാത്ത രൂപത്തിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിടാം. ഈ രൂപത്തിൽ ബാക്കിയുള്ള മുഴുവൻ മാവ് കൊണ്ടും ഉണ്ണിയപ്പം ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ മുഴുവൻ ഉണ്ണിയപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അവല് ചേർത്തത് കൊണ്ട് ഉണ്ണിയപ്പം നല്ല പഞ്ഞി പോലെ ആയി വന്നിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.